ഹായ്. അപ്പൊ എല്ലാവരും ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്ത് തുടങ്ങിയല്ലോ അല്ലെ? നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് വരാൻ പറ്റാതിരുന്നവർക്ക് PDF ആയിട്ട് ഗ്രൂപ്പിലും അല്ലാതെ ഇൻഡിവിജ്വലും ഒക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും നമ്മളിപ്പോ വെക്കേഷനിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ന്യൂമറിക്കൽസിന്റെ PDF കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാൻ ഞാൻ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതിനകത്ത് ധാരാളം ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഇത് എല്ലാവരും ഇത് മുഴുവൻ ഇരുന്നിപ്പോ ഇപ്പോഴൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്ത ആൾക്കാർക്ക് ടുവേർഡ്സ് ദ എൻഡ് ആകുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടാവും ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. മുഴുവൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പരമാവധി പറ്റുന്ന അത്രയും ചെയ്യാം. നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. ന്യൂമറിക്കൽസ് നമുക്ക് കുറെ ചെയ്യുന്നതിനനുസരിച്ച് നല്ല സുഖമായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്, ഇന്നിപ്പോ ഞാനും എല്ലാ ക്വസ്റ്റ്യന്റെയും വീഡിയോ ഒന്നും ഇടുന്നില്ല. എല്ലാ സെഷനിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇന്ന് നമ്മൾ പേജ് 1 ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം തന്നെ. നിങ്ങൾ ഇനി ഏതെങ്കിലും ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ വീഡിയോ ഓൺലൈനായിട്ട് കാണുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യന്റെ ആ പോർഷൻ ഞാനൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടേക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് ആ ക്വസ്റ്റ്യൻ കിട്ടും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഏതാണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ആദ്യം പഠിക്കുന്ന ടേംസ് പഠിച്ചു കഴിയുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇക്വേഷൻ ആണ് എഫും ആറും തമ്മിലുള്ള റിലേഷൻ അല്ലെ? എഫ് ഇസ് ഈക്വൽ ടു r/2. ആ റിലേഷൻ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തത്. ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് മിറർ ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ 1 മീറ്റർ. അപ്പൊ നമ്മൾ എപ്പോഴും ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ എഴുതണം അല്ലെ? അപ്പോ ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത്. അപ്പൊ എന്താ കണ്ടുപിടിക്കണ്ടേ? ഫോക്കൽ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. ആൻഡ് എന്താ തന്നിരിക്കണേ? റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട് അല്ലെ? ക്യാപിറ്റൽ R is given to be 1 meter. 1 meter എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 100 centimeters ആണല്ലോ. ഇനി റിലേഷൻ നമുക്കറിയാം. വാട്ട് ഇസ് എഫ്? എഫ് ഇസ് ഈക്വൽ ടു r/2 ആണല്ലോ. then the answer will be 50 centimeters or you can write it as half meters. Okay, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. find the focal length of a convex mirror. The focal length of a convex mirror is 50 centimeter. What is the radius of curvature? അവിടെ നമുക്ക് ഫോക്കൽ ലെങ്ത് ആണ് തന്നിരിക്കുന്നത് 50 സെന്റിമീറ്റർ. യു ആർ സപ്പോസ് ടു ഫൈൻഡ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ. അത് സിമിലർ ഈ ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ ഇതൊന്ന് തനിയെ ചെയ്യാം, എന്നിട്ട് നിങ്ങൾ എന്റെ ആൻസർ കമന്റ് ചെയ്യുക കേട്ടോ. കിട്ടാത്തവർ പറഞ്ഞാൽ മതി. സിമിലർലി ക്വസ്റ്റ്യൻ നമ്പർ 3 അതുപോലെ തന്നെ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ കോൺകേവ് മിറർ മാറിയിട്ടുണ്ട് അല്ലെ? കോൺകേവ് മിറർ ഇസ് 25 സെന്റിമീറ്റർ. വാട്ട് ഇസ് ദ ഫോക്കൽ ലെങ്ത്? അതും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ റിലേഷൻഷിപ്പ് തന്നെയാണ് ചെയ്യേണ്ടത്. സൈൻ കൺവെൻഷനിൽ മാത്രം വ്യത്യാസം ഉണ്ടാവും, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അതും ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. Now moving to the fourth question. Okay, a concave mirror. Question വായിച്ചു നോക്ക്. A concave mirror produces 10 centimeter long image. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ പറയാണ് is a concave mirror അല്ലെ? ഇതൊരു concave മിററിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നാണ് ആദ്യം മനസ്സിലാവുന്നത്. Then it produces 10 centimeter long image of an object. അപ്പൊ എന്താ തന്നിരിക്കണേ? ഒരു ഓബ്ജക്റ്റിന്റെ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യും. It produces എന്താ പറഞ്ഞിരിക്കണേ? Produces 10 centimeter long image. നിങ്ങൾ ക്വസ്റ്റ്യൻ നല്ല വൃത്തിയായിട്ട് വായിക്കണം, എന്നാലേ എന്താ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ 10 centimeter long image of an object of height 2 centimeter. അപ്പൊ നമുക്ക് അവിടെ ഹൈറ്റ് ഓഫ് ദ ഇമേജ് തന്നിട്ടുണ്ട്, ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്റ്റ് തന്നിട്ടുണ്ട്. അവര് പറയാണ് പ്രൊഡ്യൂസസ് 10 centimeter long image. അപ്പൊ ഹൈറ്റ് ഓഫ് ദ ഇമേജ് 10 centimeter ആണ്. ഓഫ് object of height 2 centimeter. 2 centimeter ഹൈറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് 10 centimeter ആണ്. വാട്ട് ഈസ് ദ മാഗ്നിഫിക്കേഷൻ? മാഗ്നിഫിക്കേഷൻ എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി?
ഇതൊരു കോൺകേവ് മിറർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺകേവ് മിററില് ഹൈറ്റ് 2 സെന്റിമീറ്റർ ആണ്, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 2 സെന്റിമീറ്റർ ആണ്, ഇമേജിന്റെ ഹൈറ്റ് 10 സെന്റിമീറ്റർ ആണ്. നമ്മളപ്പോ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എം ഇസ് ഈക്വൽ ടു എന്താ, HI/HO, HI/HO, ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഓബ്ജെക്ട്. ഇനി ഇവിടെ നോക്കിയേ, ഓബ്ജക്റ്റ് എപ്പോഴും നമ്മൾ നേരെയാ വെക്കുന്നത് അല്ലെ. അപ്പൊ ഓബ്ജക്റ്റ് നേരെ വെക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈൻ കൺവെൻഷനിൽ നോക്കുമ്പോഴത്തേനും +2 എന്ന് കൊടുക്കാം അല്ലെ. നമ്മള് കൺവെൻഷനലി നോക്കുകയാണെങ്കിൽ, സൈൻ കൺവെൻഷൻ നോക്കുകയാണെങ്കിൽ, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് അപ്പൊ ഓബ്ജക്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ഓബ്ജക്റ്റിന്റെ ഹൈറ്റ് 2 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ആക്സിസിലല്ലേ വരുന്നത്, അപ്പൊ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. ആൻഡ് ഹൈറ്റ് ഓഫ് ദ ഇമേജസ് 10 സെന്റിമീറ്റർ. ഇതിപ്പോ നമ്മൾ സൈൻ കൺവെൻഷൻ അവര് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇത് ഒരു റിയൽ ഇമേജ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. റിയൽ ഇമേജ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് എന്താ മനസ്സിലാവുന്നേ, ആ ഇമേജ് ഇൻവേർട്ടഡ് ആണ്. അപ്പൊ ഐ കൻ ഗീവ് ദിസ് മൈനസ് അല്ലെ. എനിക്ക് 10 സെന്റിമീറ്ററിലുള്ള, അതായത് സംവർ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് ഓബ്ജക്റ്റ് ഇരിക്കുന്നത് എന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. ആൻഡ് എനിക്ക് ഇമേജ് കിട്ടുന്നത് ബിയോണ്ട് സി ആയിരിക്കും, റിയൽ ഇമേജ് ആയിരിക്കും കിട്ടിയിരിക്കണം. അവരല്ലാതെ വെർച്വൽ ഇമേജ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കോൺകേവ് മിറർ ആണെന്ന് പറഞ്ഞപ്പോഴത്തേന് എന്തെടുത്തിരിക്കുന്നത്, HI-10 എന്ന് എടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ യുവർ ആൻസർ വിൽ ബി HI എന്താണ്, -10/2, ദാറ്റ് ഈസ് -5 സെന്റിമീറ്റർ. സെന്റിമീറ്റർ വേണ്ട, മാഗ്നിഫിക്കേഷൻ ആണ് കേട്ടോ. ഓക്കെ, -5 ഇസ് യുവർ മാഗ്നിഫിക്കേഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, next question. Question number 5. An object 1 centimeter high is held near a concave mirror of magnification 10. അപ്പോ ഓബ്ജക്റ്റിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, is held near a concave mirror ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ മാഗ്നിഫിക്കേഷൻ 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. How tall will be the image? How tall will be the image? അപ്പൊ നമുക്ക് നോക്കാം. An object 1 centimeter high. അപ്പൊ height of the object is given to be 1 centimeter. Is held near a concave mirror. നമ്മൾ പറയുന്നത് concave mirrorനെ പറ്റിയിട്ടാണ്. Of magnification 10. Magnification M is equal to 10. മാഗ്നിഫിക്കേഷൻ 10, വെറുതെ 10 എന്നാ പറഞ്ഞിരിക്കുന്നത്, പ്ലസും മൈനസും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ പഠിച്ചൊരു കാര്യം ആലോചിക്കുക, എമ്മിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ വെർച്വൽ ഇമേജ് ആയിരിക്കും അല്ലെ. എമ്മിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ റിയൽ ഇമേജ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത് കാണുമ്പോ എന്ത് മനസ്സിലായി, എമ്മിന്റെ വാല്യൂ വെറുതെ 10 എന്നാ പറഞ്ഞിരിക്കണേ, അതുകൊണ്ട് അതൊരു വെർച്വൽ ഇമേജ് ആയിരിക്കും അല്ലെ. ഇനി നമുക്ക് എന്താ പറഞ്ഞിരിക്കണേ, ഹൗ ടോൾ വിൽ ബി ദ ഇമേജ്. ഇമേജിന്റെ ഹൈറ്റ് എത്രയായിരിക്കും, എന്താ കണ്ടുപിടിക്കണ്ടേ, HI ആണ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ ഇക്വേഷൻ എന്തായിരുന്നു, M is equal to HI/HO. HI എന്തായിരിക്കും, അപ്പോ HI is equal to M into HO. Height of the image is equal to magnification into height of the object. That is, M already നമുക്ക് given value ആണ് 10 into height of the object is 1. So height of image is 10 centimeters. പോസിറ്റീവ് വാല്യൂ. പോസിറ്റീവ് വാല്യൂ എന്ന് വെച്ചാൽ എന്താ അർത്ഥം, നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇറക്റ്റ് ഇമേജ് ആണ് അല്ലെ. ഹൈറ്റ് പോസിറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ഇറക്റ്റ് ഇമേജാ കിട്ടിയിരിക്കുന്നത്. ഇറക്റ്റ് ഇമേജ് എപ്പോഴാ കിട്ടുക, വെർച്വൽ ആവുമ്പോ. കണ്ടോ, നമ്മുടെ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ പോസിറ്റീവ് ആണ് അല്ലെ. പോസിറ്റീവ് ആണെങ്കിൽ വെർച്വൽ ഇമേജ് ആയിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറെ ചെയ്ത് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. സൈൻ കൺവെൻഷനിൽ ഡൗട്ട് ഉള്ള ആൾക്കാർ ചോദിക്കുക കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 6 കേട്ടോ.
an object 4 centimeter in size is placed at a distance of 25 centimeter from a concave mirror of focal length 15 centimeter. Find the position, nature and height of the image. അപ്പൊ നോക്കിയേ എന്തൊക്കെയാ തന്നിരിക്കണേ? We are dealing with the converging അല്ലെ? Question number 6 converging അല്ല, വെറുതെ an object 4 centimeter in size എന്നാ പറഞ്ഞിരിക്കണേ. അപ്പൊ നമുക്ക് എന്താ തന്നിരിക്കണേ? Height of the object തന്നിട്ടുണ്ട് അല്ലെ? Height of the object is given to be 4 centimeters. Okay. Is placed at a distance of 25 centimeter from a concave mirror. അപ്പൊ തന്നിരിക്കുന്നു കോൺകേവ് മിററിൽ നിന്ന് 25 സെന്റിമീറ്ററിൽ വെച്ചിരിക്കുന്നു ഒബ്ജക്റ്റ് എന്നാ പറഞ്ഞേക്കും. അപ്പൊ തന്നേക്കുന്നത് യു വാല്യൂ ആണ്. യു ഇസ് ഗിവൺ ടു ബി 25. അപ്പൊ നമുക്ക് സൈൻ കൺവെൻഷനെ പറ്റി ആലോചിക്കണം. യു വാല്യൂ വിൽ ബി ഓൾവേസ് നെഗറ്റീവ്, അപ്പൊ മൈനസ് ആണ്. ഓക്കെ. ഓഫ് ഫോക്കൽ ലെങ്ത് എത്രയാണ്? 15 സെന്റിമീറ്റർ അല്ലെ? ഫോക്കൽ ലെങ്ത് 15 സെന്റിമീറ്റർ. Find the position, nature and height of the image. പൊസിഷനും നേച്ചറും. പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇമേജിന്റെ പൊസിഷൻ വി വാല്യൂ കണ്ടുപിടിക്കണം. നേച്ചർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു, എം കണ്ടുപിടിക്കണം. ഹൈറ്റ് ഓഫ് ദി ഇമേജ് HI കണ്ടുപിടിക്കണം. ഓക്കെ. ഇനി ആലോചിച്ച് നോക്കിയേ, നമ്മൾ എന്തിനാ ഏത് മിററിനെ പറ്റിട്ടാ പറയണത്? കോൺകേവ് മിറർ അല്ലെ? കോൺകേവ് മിറർ. കോൺകേവ് മിററിന്റെ എഫ് ഏത് ഭാഗത്തായിരിക്കും? ഇപ്പുറത്തെ സൈഡിൽ അല്ലെ? അതായത് നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ നോക്കുമ്പോ ദിസ് ഇസ് യുവർ പോൾ, ഈ ഭാഗത്തേക്കാണ് നമ്മുടെ ഫോക്കൽ ലെങ്ത് വരണേ. സോ എഫിന്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇത്രയും വാല്യൂസ് ഉണ്ട്. ഇതിന് എളുപ്പത്തിൽ നമുക്ക് വി കണ്ടുപിടിക്കാമല്ലോ. എന്താണ് വി കണ്ടുപിടിക്കാനായിട്ട്? മിററിനാണ്. മിറർ ഫോർമുല 1/f is equal to 1/v plus 1/u അല്ലേ? ഓക്കെ. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? വി ആണ് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഞാൻ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് വി എഴുതാണ്. സോ 1/v is equal to 1/f minus 1/u. വിത്ത് ദ സൈൻ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ 1/-15 minus 1/u ന്റെ വാല്യൂ -25. കാൽക്കുലേഷൻ ചെയ്യാം. LCM എടുത്ത് ചെയ്യേണ്ടവർക്ക് LCM എടുത്ത് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഞാൻ LCM വെച്ചിട്ടുള്ള മെത്തേഡാണ് ചെയ്യണേ. ആർക്കെങ്കിലും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ വേണം, അങ്ങനെ ചെയ്ത് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് 1/v കിട്ടുന്നത് -2/75 എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 1 റെസിപ്രോക്കൽ അല്ല കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? v ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ സോ വാട്ട് ഇസ് v? v is equal to 75/2 -75/2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ. 75/2 എത്രയാണെന്ന് കണ്ടുപിടിക്കാം. നോർമൽ ഡിവൈഡ് ചെയ്താൽ മതി. -37.5 centimeters. This is your v value. നമുക്ക് തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ശരിയാണോ എന്ന്. ഇപ്പൊ ഇത് നമ്മളുടെ ഒരു മിററിന്റെ അറേഞ്ച്മെന്റ് ആണെന്ന് വിചാരിക്കൂ. ഇവിടെയാണ് നമുക്ക് പോൾ ഉള്ളത്. സോ ദിസ് ഇസ് യുവർ എഫ് ആൻഡ് ഇത് സി ആണെന്ന് വിചാരിക്കുക.
സോ നമ്മൾ പറയാണ് എഫ് 15 സെന്റിമീറ്റർ ആണ്. ഇവിടെയാണ് നമ്മുടെ ഫോക്കൽ ലെങ്ത് 15 സെന്റിമീറ്റർ ആണ്. ഇത് 15 സെന്റിമീറ്റർ ആണെങ്കിൽ ദിസ് വിൽ ബി 30 സെന്റിമീറ്റർ അല്ലെ. ഇത് ബിയോണ്ട് സി ആയിട്ടുള്ള പോർഷൻ. അപ്പൊ ഇത് എഫ്, ഇത് സി, ഇത് ബിയോണ്ട് സി പൊസിഷൻ ആണ്. ഓബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാണ്? 25 സെന്റിമീറ്ററിലാണ്. അതായത് സംഭവം ഹിയർ അല്ലെ, ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഓബ്ജക്റ്റ് ഇരിക്കുന്നത്. ആൻഡ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് എവിടെയാണ്? 37.5 അല്ലെ, അതായത് ബിയോണ്ട് സിയില്. ആൻഡ് ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഇമേജ് കിട്ടിയിരിക്കുന്നത്. ശരിയല്ലേ? When the object is placed between C and F, you will be getting the image beyond C. കണ്ടോ? അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനും പറ്റും. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? സോ യു ഹാവ് V വാല്യൂ കിട്ടി. ഇനി M കണ്ടുപിടിക്കണം. എന്താ M കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഏത് യു കെൻ ഗോ വിത്ത് HI/HO. പക്ഷെ ഇവിടെ നമുക്ക് HO മാത്രമേ ഉള്ളൂ, HI ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ V ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, UO നമുക്ക് അറിയാം. സോ നമുക്ക് ആ ഇക്വേഷൻ എടുക്കാം. എന്താ ഇക്വേഷൻ? M is equal to minus V/U അല്ലെ. ഇനി ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ -37.5 ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതാണ് എടുക്കണമെങ്കിൽ ഈ -75/2 എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ ആ വാല്യൂ ആണ് എടുക്കുന്നത്. ഓൾറെഡി യു ഹാവ് എ മൈനസ് ഇൻ യു ഇക്വേഷൻ ആൻഡ് വിക്ക് ഒരു മൈനസ് ഉണ്ട്. അപ്പൊ ആ മൈനസിനെ കളഞ്ഞു പോകരുത്. കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും കേട്ടോ. സോ ഇസ് ഈക്വൽ ടു minus of -75/2. ഇനി എന്താ? U എന്താ? by -25. ഓക്കെ, നോക്കിയേ, ഇത് ഫ്രാക്ഷന്റെ ഡിവിഷൻ വന്നിരിക്കുന്നു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ഓഫ് മൈനസ് അവിടെ പൊക്കോട്ടെ, പ്ലസ് ആയി. 75/2 ഫ്രാക്ഷന്റെ ഡിവിഷൻ വരുമ്പോൾ നമുക്ക് റെസിപ്രോക്കൽ ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. ഇൻറ്റു 25 is 25/1. അതിന്റെ റെസിപ്രോക്കൽ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 1/25. കൂടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസിനെ കളയല്ലേ. ഓക്കെ, സോ 25 and the 75 get cancelled. 3 കിട്ടും. ആൻഡ് യുവർ ആൻസർ is -3/2. ഓക്കെ, -3/2. നോക്ക്, എമ്മിന്റെ വാല്യൂല് നമുക്കൊരു മൈനസ് കിട്ടി. ഇറ്റ് മീൻസ് എന്താ? റിയൽ ആണ് അല്ലെ. എമ്മിന്റെ വാല്യൂ മൈനസ് ആണെങ്കിൽ റിയൽ ഇമേജ് ആണ് ഫോം ചെയ്യണത്. 3/2 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ, എത്ര ആൻസർ കിട്ടും നോക്ക്. 3/2 ചെയ്യുമ്പോഴത്തേനും 1.5 കിട്ടും എന്നല്ലേ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം നോക്കിയേ, -1.5 ആണ് നമുക്ക് കിട്ടണേ. അപ്പൊ നമുക്കറിയാലോ എമ്മിന്റെ വാല്യൂ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. എമ്മിന്റെ വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ സെയിം സൈസ് ആയിരിക്കും. എമ്മിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിമിനിഷ്ഡ് ആയിരിക്കും ഇമേജ്. എമ്മിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എൻലാർജ്ഡ് ആയിരിക്കും അല്ലെ. ഇപ്പൊ നമ്മുടെ വാല്യൂ 1.5 എന്ന് വെച്ചാൽ എന്താ? 1 വലുതാണ്. അറിയാലോ, നമ്മൾ പൊസിഷൻ നോക്കിയപ്പോഴത്തേനും അറ്റ് സി ആവുമ്പോ സെയിം സൈസ്, ബിയോണ്ട് സി വരുമ്പോ എൻലാർജ്ഡ് ആണ്. അപ്പൊ എൻലാർജ്ഡ് ഇമേജ് ആണ് നമുക്ക് കിട്ടണേ. ഓക്കെ, ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ നമ്മൾ എം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഹൈറ്റ് ഓഫ് ദി ഇമേജും കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. HI ഇസ് ഈക്വൽ ടു എന്താ? HI നമുക്കറിയാം, M is equal to HI/2.
HO. So what is HI? HI is equal to M into HO. M എന്താണ്? നമുക്ക് ഒന്നെങ്കിൽ ഇത് എടുക്കാം അല്ലെങ്കിൽ -3/2 എടുക്കാം. That is -3/2 into height of the object, that is 4 -6 ആണോ നോക്കിയേ. മൈനസ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യണേ? ഇൻവേർട്ടഡ് ഇമേജ് ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. 6 എന്ന് പറയുമ്പോൾ എൻലാർജ്ഡ് ആണ്, അപ്പൊ അത്രയും വലിപ്പം കാണും. മറ്റേത് 4 സെന്റിമീറ്റർ ആണ്, 4-നേക്കാളും വലുതാണ് അല്ലെ, 1.5 ടൈംസ് വലുതെന്നല്ലേ. ഓക്കെ, ക്ലിയർ അല്ലേ? 6 ആണ്, 6 സെന്റിമീറ്റേഴ്സ് കേട്ടോ. ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, ആദ്യം നമ്മള് മിറർ ഫോർമുലയിൽ കൂടെ വി വാല്യൂ കണ്ടുപിടിച്ചു. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എമ്മിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ദെൻ എമ്മിന്റെ വാല്യൂ നമുക്കറിയാം, HI കണ്ടുപിടിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാണ്. ക്വസ്റ്റ്യൻ റീഡ് ചെയ്തേ. A converging mirror forms a real image. അപ്പൊ കൺവേർജിങ് മിറർ എന്ന് വെച്ചാൽ നമുക്ക് എന്താ മനസ്സിലായത്? കൺവേർജിങ് മിറർ, മിറേഴ്സിനെ നമുക്ക് കോൺകേവ്, കോൺവെക്സ് എന്ന് പറയുന്നത് പോലെ തന്നെ കൺവേർജിങ് ആൻഡ് ഡൈവേർജിങ് മിറേഴ്സ് എന്ന് പറയാം. കൺവേർജിങ് മിറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്യിപ്പിക്കുന്നവര്, അവരെ ആരാണ്? കോൺകേവ് മിറേഴ്സ് ആണ്. അപ്പൊ നമ്മൾ പറയുന്നത് കോൺകേവ് മിറേഴ്സിനെ പറ്റിയിട്ടാണ്. ഫോം എ റിയൽ ഇമേജ് ഓഫ് ഹൈറ്റ് 4 സെന്റിമീറ്റർ. അപ്പൊ ഇമേജിന്റെ ഹൈറ്റ് ആണ് തന്നിരിക്കുന്നത്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഇസ് 4 സെന്റിമീറ്റർ. ആസ് ഇറ്റ് ഈസ് എ റിയൽ ഇമേജ് വിച്ച് ഇസ് ഫോംഡ് ഇൻ എ കോൺകേവ് മിറർ, HI 4 സെന്റിമീറ്റർ എന്ന് വെറുതെ എഴുതിയാൽ മതിയോ? അതെന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും അല്ലെ? അപ്പൊ -4 സെന്റിമീറ്റർ. ഇനി എന്താ തന്നിരിക്കണേ? Of an object of height 1 centimeter. Height of the object is 1 centimeter. നേരെയാണ്, അപ്പൊ പോസിറ്റീവ് ആണ്. Placed 20 centimeter away from the mirror. അപ്പൊ ഓബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് തന്നിരിക്കുകയാണ്. എത്രയാണ്? 20 centimeter. ദാറ്റ് ഇസ് യു വാല്യൂ നമ്മൾ എങ്ങനെയാ എടുക്കണ്ടേ? മൈനസ് ആ എടുക്കണ്ടേ അല്ലെ? കാൽക്കുലേറ്റ് ദ ഇമേജ് ഡിസ്റ്റൻസ്, അതായത് വി കണ്ടുപിടിക്കണം. ഓൾസോ വാട്ട് ഇസ് ദ ഫോക്കൽ ലെങ്ത്, എഫ് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യും നോക്കിയേ. നമുക്ക് HIയും HOയും ഉണ്ട്. HIയും HOയും ഉള്ളത് കൊണ്ട് അതിന്ന് നമുക്ക് എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എമ്മിന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേനും എമ്മും യുവും വിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. എം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞാൽ then you can find the value of V. V കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് F കണ്ടുപിടിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. സോ ഫസ്റ്റ് from HI and HO എമ്മിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാം. സോ വാട്ട് ഇസ് എം? എം ഇസ് ഈക്വൽ ടു HI by HO. HI by HO, that is -4/1. Your answer is -4. കണ്ടോ? നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് a real image. ഇനി അടുത്ത് നമുക്ക് നോക്കാം. എം ഇസ് ഈക്വൽ ടു -V/U ആണ്. ഓൾറെഡി നമുക്ക് യു അറിയാം, വി കണ്ടുപിടിക്കാനുണ്ട്. എം ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? സോ വാട്ട് ഇസ് ഇറ്റ്? -V is equal to m into u. That is m is -4 into u എന്താ?
minus 20. That is 80. Minus V ആണ് 80. So what is V? V is equal to minus 80 centimeters. Okay, minus 80 centimeters. അപ്പൊ നമ്മൾ V കിട്ടി നമുക്ക്. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? F അല്ലെ? Again നമുക്ക് എന്ത് ചെയ്താൽ മതി? മിറർ ഫോർമുലയില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. യുവും വിയും ഇപ്പൊ ഉണ്ടല്ലോ. അപ്പൊ എന്താ മിറർ ഫോർമുല എന്ന് പറയുമ്പോ 1/f is equal to 1/v plus 1/u. That is 1 by minus 80 plus u എന്താ 1 by minus 20. Okay. F is equal to minus 16. നമ്മളോട് പറഞ്ഞതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ഇപ്പൊ V കണ്ടുപിടിച്ചു, F കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മളപ്പോ ഇന്ന് ഫസ്റ്റ് 7 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഞാൻ 2-3 ക്വസ്റ്റ്യനും കൂടി നോക്കണമെന്നാണ് വിചാരിച്ചത്. അടുത്തത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസം ചെയ്യും കേട്ടോ. അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ചെയ്ത് ജസ്റ്റ് ക്വാണ്ടിറ്റീസ് എടുത്ത് എഴുതി വെക്കുക. നിങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ സൈൻ കൺവെൻഷൻ കറക്റ്റ് ആവുകയാണ്. അതുപോലെ തന്നെ ഫ്രാക്ഷൻ എടുക്കുമ്പോഴത്തേനും LCM ഒക്കെ എടുത്ത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആൻസർ ഒന്നും തെറ്റില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. താങ്ക് യു.